ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോൾ 2 മുട്ട കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടൊരു അടിപൊളി വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് ഞാൻ സ്പീഡിലിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഷോർട്സിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിലിട്ടേക്കണം. അപ്പോൾ എൻ്റെ ഈ പ്രൊസീജിയർ എല്ലാം തെറ്റാണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയും വാനില എസൻസും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഗ്ലാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളതിൽ അളവ് കപ്പില്ലെങ്കിൽ ആ ഗ്ലാസ്സിലായാലും മെഷർമെൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം ആ ഗ്ലാസിൻ്റെ അളവിലെടുക്കണം. പഞ്ചസാര പൊടിച്ചതും പിന്നെ 1 കപ്പ് മൈദയും ആ ഒരു ഗ്ലാസ്സിലെടുക്കണം കേട്ടോ. മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവരോടാണേ. അപ്പം പഞ്ചസാര പൊടിച്ചതും മുട്ടയും കൂടി വാനില എസൻസും കൂടി അടിച്ച് പതിപ്പിച്ച് ഈ ഒരു വൈറ്റ് കളറിലൊക്കെ ആകുമ്പോൾ നല്ല ക്രീമി ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ അതിലോട്ട് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിട്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ പൊന്തി വന്ന എഗ് മിക്സ്ചറില്ലേ അധികം ബീറ്റ് ചെയ്യരുത് കേട്ടോ. അധികമായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോംസ് ഒക്കെ താഴ്ന്നു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് അരിച്ചെടുത്തതാണേ. അതിങ്ങനെ നമ്മൾ ബാച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്കില്ലേ, ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് പാലിലോട്ട് 1 സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് ചൂട് പാലിലോട്ട് 1 സ്പൂൺ ബട്ടറും കൂടി ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മിക്സ്ചർ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ലൂസാക്കാനും നമ്മളെ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു 1/2 കപ്പ് നല്ല ചൂട് പാലും 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഓവൻ ഇല്ല. ഞാൻ ഓവൻ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ നമ്മൾ അതിൻ്റെ റൗണ്ടിൻ്റെ അളവിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് നമ്മളെ കേക്കിൻ്റെ മിക്സ്ചർ ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. എന്നാലും നമ്മളെ കേക്ക് അടിപൊളിയായി കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു പഴയ പാന് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ കുക്കർ വിസിലിടാതെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 35 മിനിറ്റിനുള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് റെഡി. അപ്പോൾ ചായക്ക് നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് അല്ല, ടീ കേക്കാണ്. അപ്പോൾ എൻ്റെ പഞ്ചസാര കുറച്ച് പൊടിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ അടിയിൽ കണ്ടത്. അപ്പോൾ അതൊന്നും സാരമില്ല, നമ്മൾ അടിപൊളി സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായക്ക് ഇനി അടിപൊളിയായിട്ട് കേക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാവേ. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ കേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.